ശ്രീ ശാന്തമ്മ, ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, നിങ്ങൾക്ക് ഒരു ഓണറേറിയം കൂടി, ജനുവരിയിലെ ഓണറേറിയം കൂടി സർക്കാർ അനുവദിച്ചു. ഇതനുസരിച്ച് ഏതാണ്ട് ഈ 3 മാസത്തെയും കുടിശ്ശിക തീർത്തു, ഇൻസെന്റീവിലെ കുടിശ്ശികയും തീർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഈ സമരം തുടങ്ങിയതിന് ശേഷം 15-ാം ദിവസം മുതലാണ് ഈ ഓണറേറിയം കൊടുത്തു തുടങ്ങിയത് എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഇത് സമരത്തിന്റെ വിജയമായി മാത്രം കാണുന്നോ, സമരം അവസാനിപ്പിക്കാനുള്ള ഒരു കാരണമായി ഇതിനെ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് ഓണറേറിയം മുഴുവൻ കിട്ടിയെന്നും പറഞ്ഞ്, ഓണറേറിയം ഇൻസെൻറ്റീവ് കിട്ടിയെന്നും പറഞ്ഞ് ഞങ്ങൾ ഈ സമരം വിട്ടു പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം അനുവദിച്ചല്ലാതെ ഞങ്ങൾ ഈ സമരഭൂമിയിൽ നിന്ന് മാറത്തില്ല. ഈ ഓണറേറിയം കിട്ടിയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് തൃപ്തിയൊന്നുമില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന 21,000 രൂപ ശമ്പളവും പെൻഷനും, പിരിഞ്ഞു പോകുമ്പോൾ 62 വയസ്സ് പിരിച്ചു വിടുമ്പോൾ 5 ലക്ഷം രൂപയും ഞങ്ങൾക്ക് കിട്ടണം. അതല്ലാതെ ഞങ്ങളുടെ ഇവിടെ ഈർക്കൽ പാർട്ടിയൊന്നുമല്ല. ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസാണ് ഇവിടെ ഇരിക്കുന്നത്. ലേഡീസ് ഒരു കാരണവശാലും ഭയപ്പെടത്തില്ല. ഈ സർക്കാർ ഞങ്ങളുടെ നേരെ എന്തെല്ലാം പ്രതികൂലങ്ങൾ കൊണ്ടുവന്നാലും ഞങ്ങൾ ഒരു ചുവട് പുറകോട്ട് പോകത്തില്ല, മുൻപോട്ട് തന്നെ പോകും. ഞങ്ങൾ ഇവിടെ ഈ വെയിലത്ത്, അതിഭയങ്കര വെയിലത്ത് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഞങ്ങളുടെ കിടക്കിക്ക് വെള്ളം കൊണ്ട് തരുന്നുണ്ട്, ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കഞ്ഞി തരുന്നുണ്ട്, അതുപോലെ വൈകിട്ട് ഞങ്ങൾക്ക് ചായ തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവരാണ് ഇവിടെ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഞങ്ങൾ ആശമാർ അവരുടെ കൂടെ നിന്നുകൊണ്ട് സർവ്വ കാര്യങ്ങൾക്കും ഇവിടെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഈ സമരം വിജയിപ്പിക്കണമെങ്കിൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് തരാനുള്ള ആനുകൂല്യങ്ങൾ തരാതെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഈ സമരഭൂമിയിൽ കിടന്ന് ഞങ്ങളുടെ സ്ത്രീകൾ മരിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരു ശകലം പോലും പുറകോട്ടില്ല. സർക്കാർ ഞങ്ങൾക്ക് എന്തെല്ലാം ഭീഷണി മുടക്കി ഞങ്ങളോട് പറയുന്നത് ഫീൽഡിൽ പോകണം, വർക്ക് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകണം, വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്, ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ പേടിയൊന്നും ഞങ്ങളുടെ സ്ത്രീകളുടെ അടുത്ത് നടക്കത്തില്ല. ഞങ്ങളാരും ഒരു ചോടും പുറകോട്ട് പോകത്തില്ല എന്ന് ഉറപ്പ് വരികയാണ്. ഇന്നിപ്പോൾ CITUവിന്റെ ഒരു ബദൽ സമരം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സമരമുണ്ടായിരുന്നു. സമരം എന്ന് വെച്ചാൽ അവരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ ഈ കാര്യങ്ങൾ വലിയ വലിയ പങ്കാളിത്തമൊക്കെ ഉണ്ടായിരുന്നു ആശാ വർക്കർമാരുടെ. വളരെ വ്യക്തമായി പറയുന്നൊരു കാര്യം, ഇപ്പോൾ കോഴിക്കോട്ടെ പ്രസംഗമാണ് ആദ്യം കേൾപ്പിച്ചത്. അതിൽ പറയുന്ന കാര്യം, കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം നടത്തേണ്ടത്. നിങ്ങളെ ചിലർ ടൂൾസ് ആക്കുകയാണ്, നിങ്ങളെ ചിലർ ഉപയോഗപ്പെടുത്തുകയാണ് സർക്കാരിനെതിരെ പട നയിക്കാൻ. അല്ലാതെ ഇത് വലിയ കാര്യമില്ല, നിങ്ങൾ സംസാരിക്കേണ്ട കേന്ദ്രത്തിനെതിരെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ബദൽ സമര മാർഗത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട്. അതെങ്ങനെ ബാധിക്കും ഈ സമരത്തെ? ഞങ്ങളുടെ സമരത്തെ CITUവിന്റെ സമരം ബാധിക്കത്തില്ല. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം തരാമെന്ന് സർക്കാരിന് ഉറപ്പുള്ളത് കൊണ്ട് അവർ സമരം ചെയ്ത് വിജയിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് അവർ ബദൽ സമരം ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. അവർ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ സമരം വിജയിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾ ഈ ആനുകൂല്യം വാങ്ങിച്ചുകൊണ്ടേ പോവുകയുള്ളൂ. കേന്ദ്രത്തിലല്ല ഞങ്ങളിവിടെ കേരളത്തിലെ ആശമാർ ജോലി ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്ന ജോലി കേരള സർക്കാരിന് വേണ്ടി, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയാണ് ഞങ്ങൾ ആശമാർ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ രാപകലില്ലാതെ ഫീൽഡുകളിൽ പോയി ഓരോ വീടാന്തരം ചെന്ന് പാലിയേറ്റീവ് കെയർ പേഷ്യൻറ്റിനെ കണ്ട് അവരെ പരിഹരിക്കുന്നു. കൊച്ചുകുട്ടികൾക്ക് ഇമ്മ്യൂണൈസേഷൻ, പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് കുട്ടികളെ അയക്കാൻ വേണ്ടി അമ്മമാരുടെ അടുത്ത് പോയി പറഞ്ഞയക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ സർവേകൾ, ഞങ്ങൾക്ക് ഒരുപാട് സർവേകൾ ഇപ്പോൾ തന്നിരിക്കുകയാണ്. ആദ്യം വന്നത് ശൈലി സർവേ, രണ്ടാമത് വന്നത് അശ്വമേധം, പിന്നെ TB സർവേ. 100 ദിവസത്തെ ഒരു TBയുടെ പ്രോഗ്രാം ഇട്ട് തന്ന് അത് പകുതിയാകുന്നതിന് മുമ്പ് തന്നെ അടുത്ത സർവേ കയറി വന്ന് അതെന്തോ ശൈലി ചെയ്യണമെന്ന് പറഞ്ഞ് ശൈലി ചെയ്ത് പകുതിയായപ്പം പറയുന്നത് അശ്വമേധം ചെയ്യണമെന്ന്. ഇതൊക്കെ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? ഞങ്ങൾക്ക് ഫോണിന് അലവൻസ് എന്ന് പറഞ്ഞൊരു 200 രൂപ തരും. 200 രൂപയുടെ ജോലിയല്ല ഞങ്ങൾ ഈ ഫോണിൽ ചെയ്യുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും പുതിയ ഫോൺ ഈ സർക്കാർ ഞങ്ങൾക്ക് വാങ്ങിച്ച് തരണം. കാരണം ഞങ്ങൾ ഈ പഴയ അമ്മമാരാണ്, ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾക്ക് ഈ ഫോണുകളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിവില്ലാത്തവരാണ്. എങ്കിട്ട് പോലും ഞങ്ങളുടെ നല്ല ഫോൺ വാങ്ങിച്ച് തരണം. തന്ന് ഞങ്ങൾ ഈ സർവേയിൽ ഞങ്ങളെ നടത്തണം. പിന്നെ എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായിട്ട് ഞങ്ങളുടെ ശമ്പളം, ഞങ്ങൾക്ക് ഓണറേറിയം വേണ്ട, ഞങ്ങൾക്ക് ശമ്പളമായിട്ട് തന്നെ വേണം. പിന്നെ ഞങ്ങളിവിടെ ഇരിക്കുന്നത് അതിനു വേണ്ടി തന്നെ. ശമ്പളം, പെൻഷൻ, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ,
ഇത് ഞങ്ങൾക്ക് കിട്ടിയേ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ശരി, തിരിച്ചു വരാം ശ്രീമതി ഞങ്ങൾ ശാന്തമ്മ. ദയവായി എല്ലാ സുനിൽകുമാർ, അത് ആ ഒറ്റക്കെട്ടായി ശാന്തമ്മയുടെ വാക്കുകൾ ഈ സമരം കേട്ട് ചെയ്യുന്നത്. ഒരു തൊഴിലാളി